ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പഴം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴത്തിനൊന്നും പ്രത്യേക ഒരളവില്ല, നമുക്ക് എത്രയാണ് വേണ്ടത് അത്രയും എടുക്കാം. ഇനി ഈ പഴം നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. കളറൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പിന്നെ ഇതിലേക്ക് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു പിടുത്തം തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ പാത്രത്തിൽ കൂടുതൽ പഴം എടുത്തിട്ട് വാട്ടിയെടുത്തിട്ടാണ് ഇതുപോലെ ഉള്ളത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സ്നാക്കിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സേമിയ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടുള്ള സേമിയ എടുക്കുക. ഇനി വലുതാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതാക്കി എടുത്താലും മതി. അപ്പോൾ പഴത്തിൻ്റെ കൂട്ട് ചൂടക്കാറി ഒന്ന് തണുത്ത് വന്നാൽ അതിൽ നിന്ന് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ഉരുള എടുത്തിട്ട് കയ്യിലിട്ടിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. എന്നിട്ട് സേമിയയിൽ ഒന്ന് കവർ ചെയ്തിട്ട് എല്ലാ ഭാഗവും സേമിയ വെച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് മുക്കിയെടുക്കാം. പിന്നെ സേമിയ അതിലൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഓവർ പഴുപ്പായിട്ടുള്ള പഴമാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുപോലുള്ള പഴം എടുക്കാതിരിക്കുക. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉന്നക്കായൊക്കെ വേവിച്ചെടുക്കുന്ന രീതിയിൽ എല്ലാ ഭാഗവും ബ്രൗൺ കളറായി വരുന്ന വരെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാ ഭാഗവും ബ്രൗൺ കളറായാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ പുറം ഭാഗം എന്തായാലും ബ്രൗൺ കളർ തന്നെ ആവണം, എന്നാലും സേമിയ വെന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു കടി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എണ്ണയിൽ ഒരുപാട് എണ്ണ ഇട്ടിട്ട് തിങ്ങി നിറച്ചിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യരുത്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ സ്നാക്ക് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Thank you.